അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഫിഖ്ഹ് അർദ്ധവാർഷിക പരീക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരികയെന്നും വിശകലനം ചെയ്യുന്ന ഉപകാരപ്രദമായൊരു വീഡിയോ ആണിത്. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് സമയം കളയാതെ കഴിഞ്ഞ ചോദ്യപേപ്പർ ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. ഒന്നാമത്തത് ഇഖ്തരി സ്വഹീഹ മിനൽ ഖൗസൈനി. ഒന്നാമത്തെ സെക്ഷൻ ഇഖ്തരി സ്വഹീഹ മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാം എന്നതാണ്. അവിടെ 4 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഇമാദുദ്ദീൻ, ദീനിൻ്റെ തൂണ്, അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട് സൗമ്, സ്വലാത്ത്, ഹജ്ജ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അസ്വലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാണ് എന്ന്. അപ്പോൾ അവിടെ നേരെ എഴുതുക ഇമാദുദ്ദീൻ എന്നതിൻ്റെ നേരെ അസ്വലാ, നിസ്കാരം എന്നെഴുതുക. രണ്ടാമത്തെ ചോദ്യം സ്വലാത്തു തസ്ബീഹ് റകഅതൻ, സ്വലാത്തു തസ്ബീഹിൻ്റെ റകഅത്താണ് 4 റകഅതൻ, സ്വലാത്തു തസ്ബീഹ് 4 റകഅത്താണ്. മൂന്നാമത് അൽ മുസ്തഹിഖൂന ലിസ്സകാത്ത്, സകാത്തിന് അർഹരായവരുടെ എണ്ണം 8 വിഭാഗങ്ങളാണ്. നാലാമത്തത് മൻ ഇൻദഹു 10 ബഖറാത്തിൻ ഫഖദറു സകാത്ത്, 10 പശുള്ള ഒരാൾ എത്ര സകാത്ത് കൊടുക്കണം എന്നാണ് ഉത്തരം. ലാ സകാത്ത ഫീഹി, 10 പശുക്കളിൽ 10 എണ്ണമാണെങ്കിൽ അതിൽ സകാത്തില്ല. 30 എണ്ണം എത്തുമ്പോഴാണ് പശുവിൽ ബഖറിൽ സകാത്ത് തുടങ്ങുന്നത്. രണ്ടാമത്തെ സെക്ഷൻ നസിൽ എന്നതാണ്, യോജിച്ചതെടുത്ത് ചേർക്കാം എന്നതാണ്. അതിൽ 7 ചോദ്യങ്ങളുണ്ട്. ഒന്ന് മൻ യുജാഹിദു ലില്ലാഹി മുതതവ്വിഅൻ വലൗ ഗനിയൻ, ഇതിനോട് യോജിച്ചത് മുകളിൽ തന്ന ബ്രാക്കറ്റുകളിൽ നിന്ന് എടുത്തെഴുതണം. അവിടെയുള്ളതൊന്ന് വായിച്ചു നോക്കാം. അസ്സകാത്തു ഹറാമുൻ ഫീ സബീലില്ലാഹ് കാഫിറുൻ കറാഹത്തുൻ അസ്വലാത്തു സ്വലാത്തുൻ നഫ്ല്. ഇത്ര ഓപ്ഷനുകളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം മൻ യുജാഹിദു ലില്ലാഹി മുതതവ്വിഅൻ വലൗ ഗനിയൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നയാൾ അവർ സമ്പന്നനാണെങ്കിലും സകാത്തിന് അർഹനാണ്. അപ്പോൾ അതിനോട് യോജിച്ചത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ. 2 ഹിയ തത്ഹീറു വന്നമാഉ, അത് ശുദ്ധീകരണവും വളർച്ചയുമാണ് എന്ന അർത്ഥത്തിലുള്ള വാക്കാണത്. അതിനോട് യോജിച്ചത് അസ്സകാത്തു, സകാത്ത് എന്നതിൻ്റെ ലുഅവിയായ അർത്ഥമാണ് അത്ത്വഹീർ വന്നമാഉ. തത്ഹീർ എന്ന് വെച്ചാൽ ശുദ്ധീകരണം എന്നർത്ഥം. മൂന്നാമത്തത് അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ അടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് ഏത് വിഷയത്തിലാണ്? അസ്വലാത്തു, നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. ഒരടിമ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നു നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. നാലാമത്തത് ജാഹിദു വുജൂബി സ്വലാത്ത്, നിസ്കാരം നിർബന്ധമാണ് എന്നതിനെ നിഷേധിച്ചയാൾ കാഫിറുൻ, അയാൾ കാഫിറാണ്. അഞ്ചാമത്തത് തർക്കു തഹിയ്യത്തും ബിലാ ഉദ്രിൻ, തഹിയ്യത്ത് നിസ്കാരം കാരണമില്ലാതെ ഉപേക്ഷിക്കൽ കറാഹത്തുൻ, കറാഹത്താണ്. തഹിയ്യത്ത് നിസ്കാരം എന്ന് വെച്ചാൽ പള്ളിയിൽ പ്രവേശിച്ച ഉടനെയുള്ള നിസ്കാരമാണ്. പള്ളിയിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹിയ്യത്ത്. അത് കാരണമില്ലാതെ ഉപേക്ഷിക്കുന്നവന് കറാഹത്താണ് അതിൻ്റെ വിധി. ആറാമത്തത് തഖീറു ഇഖ്റാജി സകാത്തി ബിദൂനി ഉദ്രിൻ, തഖീറു ഇഖ്റാജി സകാത്തിൻ, സകാത്ത് കൊടുക്കൽ പിന്തിപ്പിക്കൽ, ബിദൂനി ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ സകാത്ത് കൊടുക്കൽ പിന്തിപ്പിക്കുന്നതിൻ്റെ വിധി ഹറാമുൻ, അത് ഹറാമാണ്. ഏഴാമത്തത് ശുരി അലിയുഖമ്മില നഖ്സൽ ഫറാഇലി, ഫർളിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ശർആക്കപ്പെട്ടു. എന്ത് എന്നതാണ് ചോദ്യം. ഉത്തരം സലാത്തുൻ നഫ്ല്, സുന്നത്ത് നിസ്കാരമാണ് ശർആക്കപ്പെട്ടത്.
നമുക്കൊന്നുകൂടെ വായിക്കാം. അതിന് മുമ്പ് ഈ വീഡിയോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഏഴാമത്തത് ഒന്നുകൂടെ വായിക്കാം. ശുരി അലിയുഖമ്മില നഖ്സൽ ഫറായിലി, ഫർളിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ശർആക്കപ്പെട്ടു സ്വലാത്തുൻ നഫ്ല്, സുന്നത്ത് നിസ്കാരം എന്നതാണ് ഉത്തരം. അടുത്ത സെക്ഷൻ തമ്മിം എന്നതാണ്. 3 ചോദ്യങ്ങളാണ് തെമ്മിമിലുള്ളത്. പൂർത്തിയാക്കുക എന്നതാണ് തെമ്മിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. അയ്യുൽ അഅമാലി, ഏത് അമലാണ്, അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചു. ഖാല, മുത്തുനബി പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരമാണ് അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഖാല അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരമാണ്. രണ്ടാമത്തത് സകാത്തുൽ ഫിത്രി തുസമ്മ, സകാത്തുൽ ഫിത്രി തുസമ്മ, സകാത്തുൽ ഫിത്രിന് തുസമ്മ പേരു പറയപ്പെടും സകാത്തുൽ ബദന്, ശരീരത്തിൻ്റെ സകാത്ത് സകാത്തുൽ ബദന് എന്നും സകാത്തുൽ ഫിത്റിന് പേരു പറയപ്പെടും. മൂന്നാമത്തെ ചോദ്യം തഹിയ്യത്തുദ് ദാഖിൽ ഫിൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച ഒരാളുടെ തഹിയ്യത്ത് നിസ്കാരം ഹിയ തവാഫ് ബിൽ കഅബ, അത് കഅബയെ തവാഫ് ചെയ്യലാണ്. ആ മൂന്നാമത്തതിൽ വിട്ടുപോയത് ബിൽ കഅബ എന്നതാണ്. അതവിടെ എഴുതി കൊടുക്കുക. അടുത്ത സെക്ഷൻ അജിബ്, ഉത്തരം പറയാം എന്നുള്ളതാണ്. അതിൽ ഉള്ളത് 5 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. കൈഫ തുസല്ലി ഫി ഹാലത്തി ഷിദ്ദത്തിൽ ഖൗഫ്, ഷിദ്ദത്തുൽ ഖൗഫ് എന്ന് വെച്ചാൽ ഭയം അധികരിച്ച സമയം, കഠിനമായ ഭയമുള്ള സമയത്ത് എങ്ങനെയാണ് നിസ്കരിക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം യുസല്ലി അലാ ഹസബി ഇസ്തിത്വാഅതിഹി, അവന് കഴിയുന്ന രീതിയിൽ അവൻ നിസ്കരിക്കണം. യുസല്ലി നിസ്കരിക്കണം അലാ ഹസബി ഇസ്തിത്വാഅതിഹി, അവൻ്റെ കഴിവനുസരിച്ച് അവിടെ നിസ്കരിക്കണം. എങ്ങനെയാണ് അവന് നിസ്കരിക്കാൻ കഴിയുന്നത് അങ്ങനെ നിസ്കരിക്കണം. എപ്പോൾ? ഷിദ്ദത്തുൽ ഖൗഫ്, കഠിനമായ ഭയമുള്ളപ്പോൾ. രണ്ടാമത്തെ ചോദ്യം വഖ്തു സലാത്തിൽ ളുഹ മാ ഹുവ, ളുഹ നിസ്കാരത്തിൻ്റെ സമയമാണ്. വഖ്തു ളുഹ മിൻ ഇർതിഫാഇ ശംസ് ഇലാ സവാലിഹ, സൂര്യൻ ഉദിച്ചത് മുതൽ അതിൻ്റെ സവാൽ വരെയാണ് ളുഹ നിസ്കാരത്തിൻ്റെ സമയം. മൂന്നാമത്തെ ചോദ്യം മാദാ നഖ്റഉ ഫീ റകഅതൈ സ്വലാത്തിൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിന് വേണ്ടിയുള്ള നിസ്കാരത്തിൽ എന്താണ് നമ്മൾ ഓതേണ്ടത് എന്നതാണ്. ഇഖ്റഉ ഫീ റകഅത്തിൽ ഊല, ഒന്നാമത്തെ റകഅത്തിൽ നമ്മൾ ഓതണം സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ ഓതുകയും വഫിസ്സാനി, രണ്ടാമത്തെ റകഅത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയും വേണം. നാലാമത്തെ ചോദ്യം മാ ഹുവ നിസ്വാബു ലിസ്സകാത്തി ഫിൽ ഫില്ല, വെള്ളിയിലുള്ള സകാത്തിൻ്റെ നിസ്വാബ് എത്രയാണ്? 100 ദിർഹം, 200 ദിർഹം, അതായത് 595 ഗ്രാം ആണ്. അഞ്ചാമത്തെ ചോദ്യം അസ്സകാത്തു നൗആനി മാ ഹുമാ, അസ്സകാത്തു നൗആനി മാ ഹുമാ, സകാത്ത് 2 വിധമുണ്ട്. ഏതൊക്കെയാണ്? നമുക്കറിയാം സകാത്ത് 2 വിധമുണ്ട്. ഒന്ന് സകാത്തുൽ ബദന്, സകാത്തുൽ ബദന്, രണ്ടാമത്തത് സകാത്തുൽ മാൽ. അടുത്ത സെക്ഷൻ ഉക്തുബുൽ ഇസ്നൈനി, 2 എഴുതുക. ഒന്നാമത്തെ ചോദ്യം ശുറൂത്തുൽ മുസ്തഹിഖീന ലിസ്സകാത്ത്, സകാത്തിന് അർഹരാകുന്നവർക്കുള്ള ഷർത്തുകൾ. 1 അയ്യകൂന മുസ്ലിമൻ, അവനൊരു മുസ്ലിമായിരിക്കണം. 2 അയ്യകൂന ഹുറൻ, അവനൊരു സ്വതന്ത്രനായിരിക്കണം. മൂന്നാമത്തത് അല്ലാ യകൂന ഹാഷിമിയം
മുത്വലിബൻ, അവന് ഹാഷിമിയോ മുത്വലിബോ ആവാതിരിക്കുക എന്നതാണ്. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് 2 എണ്ണമാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം അംവാലുല്ലത്തി തജ്ബു ഫീഹാ സകാത്ത്, സകാത്ത് നിർബന്ധമാകുന്ന മാലുകൾ, അതിൻ്റെ ഇനങ്ങൾ എഴുതാനാണ്. ഇവിടെ 2 എണ്ണമാണ് എഴുതേണ്ടത്. അതിൽ നിന്ന് നമുക്ക് നോക്കാം. സഹബുണ്ട്, ഫില്ലത്തുണ്ട്, മാലു തിജാറത്തുണ്ട്, കൂത്തുണ്ട്, ബക്കറുണ്ട്, ഇബിലുണ്ട്, തംറ, ഐനബ് മുന്തിരി, ഇങ്ങനെ ഒരുപാട് എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം എഴുതുക. ഇവിടെ എഴുതിയത് സഹബ്, ഫില്ലത്ത്, മാലു തിജാറ. നിങ്ങൾ 2 എണ്ണം എഴുതിയാൽ മതി. മൂന്നാമത്തെ ചോദ്യം അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഔസാനി ഖലീലി ബിസലാസിൻ, എൻ്റെ സുഹൃത്ത് മുത്തുനബി തങ്ങൾ എനിക്ക് വസിയത്ത് ചെയ്തു. ഏതൊക്കെയാണ് എന്നാണ്. 3 എണ്ണം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. ആ 3 എണ്ണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിയാമു സലാസത്തി അയ്യാമിൻ, 3 ദിവസം നോമ്പ് നോൽക്കുക. മിൻ കുല്ലി ഷഹരിൻ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് നോൽക്കലാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് റകഅത്തൈ ളുഹ, 2 റകഅത്ത് ളുഹ നിസ്കരിക്കുക എന്നതാണ്. മൂന്നാമത്തത് വ അൻ ഊതിറ ഖബ്ല അൻ അർഖുദ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കുക എന്നതാണ്. അടുത്ത സെക്ഷൻ ബയ്യിൻ എന്നതാണ്. ബയ്യിൻ എന്ന് വെച്ചാൽ വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം അൽ ഫഖീർ, ഫഖീർ എന്നാൽ ആരാണ് എന്ന് നമ്മൾ വ്യക്തമാക്കണം. അതിങ്ങനെ വായിക്കാം. മൻ ലൈസ ലഹു മാലുൻ വലാ കസബുൻ ലായിഖു യക്ഫീഹി ലിഹാജതിഹി വലിഹാജതി മമൂനിഹി, മൻ ഒരുത്തനാണ്, ലൈസ ലഹു മാലുൻ അവന് സമ്പത്തില്ല, വലാ കസബുൻ ജോലിയുമില്ല, ലായിഖു യക്ഫീഹി ലിഹാജതിഹി അവൻ്റെ ആവശ്യങ്ങൾക്ക് യോജിച്ച ജോലിയുമില്ല, സമ്പത്തുമില്ല, വലിഹാജതി മമൂനിഹി അവന് ചെലവ് കൊടുക്കുന്നവരുടെ ആവശ്യങ്ങൾക്കും ഉള്ള ജോലിയും സമ്പത്തുമില്ല. ചുരുക്കത്തിൽ ഫഖീർ എന്ന് വെച്ചാൽ മൻ ലൈസ ലഹു മാലുൻ വലാ കസബുൻ ലായിഖു യക്ഫീഹി ലിഹാജതിഹി വലിഹാജതി മമൂനിഹി, അതായത് ഒരു വ്യക്തി അയാൾക്കും അയാൾ ചെലവിന് കൊടുക്കുന്ന ആൾക്കാർക്കും ആവശ്യങ്ങൾക്കുള്ള സമ്പത്തോ ജോലിയോ ഇല്ലാത്തവനാണ് ഫഖീർ എന്ന് പറയുക. രണ്ടാമത്തത് അത്തിജാറത്തു, കച്ചവടം എന്നാൽ എന്ത് എന്നാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. ഉത്തരം ഇങ്ങനെയാണ്. അത്തിജാറത്തു ഹിയ തഖ്ലീബുൽ മാലി ബിൽ ബൈഇ വശറാഇ ലിർബിഹി, ലാഭത്തിന് വേണ്ടി സമ്പത്ത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്, കച്ചവടം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം മാദാ യഖൂലു മൻ ലൻ യസ്തതിഅ സ്വലാത്തു തഹിയ്യത്ത്, സ്വലാത്തു തഹിയ്യത്ത്, തഹിയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ എന്താണ് പറയേണ്ടത് എന്നതാണ്. ഇങ്ങനെയാണ് പറയേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്നുകൂടി പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ 3-4 തവണ പറയണം. തഹിയ്യത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ ഇതേപോലെ 4 തവണ പറയണം. അടുത്ത സെക്ഷൻ നുകമ്മിലുൽ ഫറാഅ, വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. മാല്, നിസ്വാബ്, ഖദറു സക്കാത്ത് എന്ന് പറയുന്ന 3 കോളങ്ങളുണ്ട്. അതിൽ നിന്ന് ചിലത് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ അതിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പൂരിപ്പിച്ച ഭാഗമാണ്. പൂരിപ്പിക്കാതെ ആ നീല നിറത്തിൽ കാണുന്ന ഭാഗം വിട്ടുപോയ ഭാഗമാണ്. അവിടെ നമ്മൾ എഴുതണം. ഒന്നാമത്തേത് ദഹബ്, ഫില്ലത്ത്, ഗനമ്, ഇബില് എന്നതാണ്. അതിൽ 85 ഗ്രാം സ്വർണത്തിന് റുബുൽ ഉശ്റാണ് അതിൻ്റെ ഖദറു സക്കാത്ത്. ഫില്ലത്ത് 595 ഗ്രാമാണ്. റുബുൽ ഉശ്റാണ് സക്കാത്തിൻ്റെ ഖദർ. റുബുൽ ഉശ്ർ എന്ന് വെച്ചാൽ 10-1 4-1, അതായത് 2.5%. ഒനമ്, ആട് 40 ഷാത്ത്, എത്ര നിസാബ് എത്രയാണ്? 40 ഷാത്ത്, 40 ആടുകൾ ഉണ്ടാവലാണ്. ഷാത്തും വാഹിദ്, ഒരാടിനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇബിൽ, ഒട്ടകത്തിന് ഹംസും മിനൽ ഇബില്, 5 ഒട്ടകമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. എന്തിനെ കൊടുക്കണം? ഷാത്തും വാഹിദുൻ, ഒരു ആടിനെ കൊടുക്കണം. അടുത്ത സെക്ഷൻ ഉക്തുബുൽ മാന, അർത്ഥം എഴുതുക എന്നതാണ്. റിബഹ്,
റഹബ്, ജസദ്, നിസിയാൻ. ഇങ്ങനെ 4 കാര്യങ്ങളാണുള്ളത്. അതിൽ നിന്ന് ഒന്നാമത്തത് റിബ്ഹാണ്. റിബ്ഹിൻ്റെ അർത്ഥം ലാഭം എന്നാണ്. രണ്ടാമത്തത് റഹബ് എന്നാണ്. റഹബിൻ്റെ അർത്ഥം സ്വർണം എന്നാണ്. മൂന്നാമത്തത് ജസദ്. ജസദ് എന്ന് വെച്ചാൽ ശരീരം. നാലാമത്തത് നിസിയാനുൻ. നിസിയാൻ എന്ന് വെച്ചാൽ മറവി എന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് 7ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.